വിശ്വാസമാണ്. നമ്മുടെയൊക്കെ സ്വപ്നഭൂമിയായ സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ കാലുകുത്തുവാനും അവിടത്തെ തങ്കക്കുടങ്ങളെ വിവിധ കലാപരിപാടികൾ പഠിപ്പിച്ച് യുവജനോത്സവത്തിൽ സജ്ജരാക്കാനും നമുക്ക് അവസരമുണ്ടാക്കി തന്ന ഈ ശ്യാമിനോടുള്ള മുടിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ യൂത്ത് ഫെസ്റ്റിന്റെ പേരിൽ കള്ളടിച്ച് കുന്തം മറിയാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ മുറി സെറ്റപ്പ് ഒരുക്കി തന്നതിന് ശ്യാമിനോടുള്ള ചിയേഴ്സിൽ കുതിർന്ന നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ തനിക്ക് നാടകം വല്ലതും അറിയാമോ? 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ, 1 തവണ കലാപ്രതിഭ. നോണിങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ താൻ തന്നെ സംവിധായകൻ. ചവിട്ടു നാടകം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. പെമ്പിള്ളാർ ചവിട്ടി കലക്കും. അപ്പൊ പിന്നെ എന്റെ റോൾ എന്താ? നീ അസിസ്റ്റന്റ് ഡയറക്ടർ. ഞങ്ങൾക്കൊക്കെ ചായ കൊണ്ട് തരുന്ന ആൾ. രംഗനിയന്ത്രണം ഞാനാണ്. അതെ, കട്ടം വലിക്കുന്ന ആൾ. എന്താടാ ശ്യാമ ഒരു ഉഷാറില്ലാത്ത? ഏയ് ഒന്നുമില്ല. എടാ മതിയടാ, ഇപ്പൊ തന്നെ കൊറേ ആയി. ഒന്ന് പറ പാപ്പ. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, അവളില്ലേ, അവളുടെ കല്യാണം ഉറപ്പിച്ചു. ലെവല് ആ ആൻ മാത്യൂസ്. അതിന് നിനക്കെന്തത്ര വിഷമം? ഹാ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവളുടെ ഒരു നേച്ചർ. അവൾക്ക് പറ്റിയ ഒരുത്തിനൊന്നും അല്ലെന്നേ ആ മാനുവല്. അവള് ഭയങ്കര ഡിപ്രസ്ഡാ. അവളുടെ ഡിപ്രസിയേഷൻ നമുക്ക് മാറ്റിയാലോ? ഒരൊറ്റ വഴിയുള്ളൂ, അവനെ വീട്ടിൽ കയറി 2 എണ്ണം പൊട്ടിക്ക. പൊട്ടിക്കേ? അതൊന്നും വേണ്ട. നിന്റെ സ്റ്റൈൽ ഓപ്പറേഷൻ ഈ കേസിൽ വർക്കൗട്ട് ആവൂല. ഞാനൊരു സ്മൂത്ത് ആയിട്ടൊരു അപ്രോച്ച്. ഓക്കെ ഓക്കെ. കല്യാണം കലക്കാൻ പോകുമ്പോ കണ്ടാൽ മാന്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ വേണം. നീ വാ. ഞാനില്ല. വേണ്ട, നീ വരണ്ട. പാപ്പാ തൂക്കിയെടുത്ത് വണ്ടിയിലിട്. അല്ല, ഞാനില്ലാഞ്ഞിട്ടാ. വേണ്ട, ഇതൊക്കെ മോശാട്ടോ. അതും ഈ നട്ടപ്പാതിരാക്കി. മോനെ പോക്ക് മാത്രമുള്ള നട്ടപ്പാതിരാക്ക്. തിരിച്ചു വരുമ്പോ നേരം വിളിക്കും. അന്ന് അങ്ങനെ അവര് പോലീസിനെ വിളിക്കും. പോലീസ് കൊണ്ടുപോയ ജാമ്യക്കാര് വരുന്നവരെ ജെട്ടി പുറത്ത് നിർത്തും. ജെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടില്ലെങ്കിൽ പോലീസുകാർ പറയും അയ്യെന്ന്. ബാബാ, ഇതെന്താ ബാലക്കാരന്റെ വീടാ? ഗേറ്റിന് കിരീടം വെച്ചേക്കണ്. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കൂകിയാ മതി, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോക്കോളാം. പോവാനൊന്നും പറ്റില്ല. അവന് ഇന്നൊന്നിട്ട് പൊട്ടിക്കേണ്ടവരോടാ. അഹങ്കാരിയാണ്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? വീട് കണ്ടില്ലേ? ഈ കാശ് വല്ല പാവങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് കള്ളുപിടിച്ചു കൊടുക്കുന്നില്ലേ? എനിക്ക് ഈ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമില്ല. ഈ തോണ്ടിയൊക്കെ പരിചയമുള്ളൂ. ഡയലോഗ് ഞാൻ ഓപ്പൺ ചെയ്യും, ബാക്കി നീ കൊണ്ടുപോയിക്കോണം. അത് ശരി, നീ ഓപ്പൺ കൊണ്ട് ഇങ്ങാറ് വന്നാ അപ്പൊ സോർ ഓപ്പൺ ചെയ്യാൻ ചെയ്യും. ഓടാ. പള്ളി പെരുന്നാള് പോലെ വിളിച്ചോ. ഈ കാശ് വല്ല പാവങ്ങൾക്ക് ദാനം ചെയ്താല് അവര് ഒരു നേരം ചീട്ട് കളിച്ച് കളയൂലേ? ആ, എന്നെ മനസ്സിലായില്ലേ? നമ്മള് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്യാം. ദിസ് ഇസ് മൈ ഫ്രണ്ട് പപ്പൻ. അല്ല, എന്താ ഈ നേരത്തെ? പറയാം, വന്നേ. എന്നതാ? ആരാ ഇവരൊക്കെ? ഹലോ അങ്കിൾ, എന്നെ മനസ്സിലായില്ലേ? നമ്മളൊന്ന് പാർട്ടിയില് പപ്പ അങ്കിള് നല്ല വീശാണ് കേട്ടാ. എന്നതാ കാര്യം? ഞങ്ങളൊരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നത്. പാതിരാത്രി പറയേണ്ടത് പാതിരാത്രി പറയണം, പുലർച്ചെ പറയേണ്ടത് പുലർച്ചെ പറയണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയും. പറയില്ലേ? അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? മറന്നു അല്ലേ? പെറ്റ തള്ളയെയും കുടിച്ച കളിനെയും മറക്കരുതാണ് ശാസ്ത്രം. താനേതാ? എന്തിന്? നാളെ നിങ്ങൾ എന്നെയും മറന്നു എന്ന് പറയില്ലേ? പറഞ്ഞാലും മനസ്സിലാവും. 4 എണ്ണം അടിച്ചിട്ട് നാക്ക് കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന് പാടാൻ പറ്റുമോ? ഞാൻ മദ്യപിക്കാറില്ല. പറ്റില്ല. സ്നേഹം കൂടുമ്പോ ഭാര്യയെ തൂക്കിയെടുത്ത് സിനിമയെ കാണുന്ന ഡാൻസ് കളിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. നടുവുളുക്കും. കള്ളും കുടിച്ചു വാലും തലയില്ലാത്തൊരു വർത്താനം. ചേട്ടന്റെ പേരും പപ്പർന്ന, എന്റെ പേരും പപ്പർന്ന. സെയിം പിച്ച്. ഒന്ന് ചുമ്മാരി. എനിക്കറിയാം ഇവരെ, ആന്റെ ഫ്രണ്ട്സാ. അതാണ് പ്രശ്നം. മാൻ മാത്യൂസ്. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇതാണ് ആൻ മാത്യൂസിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഇതൊന്നും തന്നെ പോലൊരു മണഗുണാഞ്ചനെ കൊണ്ട് പറ്റൂല എന്ന് അവക്കറിയാം. പറ്റും. ഇവര് തമ്മിൽ മുടിഞ്ഞ പ്രേമല്ലേ? അതറിയാത്തതായി ആകെ 2 പേരേ ഉള്ളൂ. അത് നിങ്ങ 3 പേരാ. അമ്മ ഒന്നും ഞാൻ കണ്ടില്ല, എണ്ണം തെറ്റിപ്പോയി. ഇത് അവളുടെ വീട്ടിലറിയോ? അറിയാം. നീ ഇതൊന്നും വിശ്വസിക്കണ്ടാവേ? വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ പള്ളിയിൽ വിളിച്ചു കൊല്ലുമ്പോ നിന്നെ ഇഷ്ടമല്ല എന്നവള് പറയും. ഞാൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. കാരണം വരെ വെറുതെ റിസ്ക് എടുക്കണം. പാപ്പാ, ഈ പപ്പനെ വാടാ. എന്നെയാണ്
നഗരം നഗരം മഹാസാഗരം ഇവിടെ ഇരിക്കാണോ? പോണ്ടേ? വാ പോവാൻ വരട്ടെ. സത്യം പറ, അവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം ആയതുകൊണ്ട് മാത്രമാണോ നീ ഇത് കലക്കാൻ നോക്കിയത്? പിന്നല്ലാതെ. അല്ലാതെ നിനക്കവളെ ഇഷ്ടമായതുകൊണ്ടല്ല. അയ്യോ ചോദിച്ചതല്ലേ ഉള്ളൂ. കൊല്ലും ഞാൻ വേറെ ഒരാൾ അറിഞ്ഞ. അപ്പൊ സംഗതി അത് തന്നെയാണല്ലേ? ആ അത് തന്നെ. എന്താ എനിക്കൊന്നും ആയിക്കൂടെ? അല്ല നീ ഇത് അവളോട് പറഞ്ഞിട്ടുണ്ടാ? ഓ ഇല്ല. ഞാനിത് എങ്ങനെ പറഞ്ഞാലും ഒരു പൈങ്കിൾ ടച്ച് വരും. അവളുടെ സ്വഭാവം അറിയാലോ, എന്റെ വാല് മുറിയും. ഇതാവുമ്പോ സേഫാ. മാനുവലോ അവന്റെ അപ്പനോ അവളെ ഇപ്പൊ തന്നെ വിളിച്ച് കാര്യം പറയും. ഒരു ചമ്മലിന്റെ ചെലവില്ലാതെ അവള് കാര്യം അറിയുകയും ചെയ്യും. എങ്ങനുണ്ട് മച്ചു? നീയാണ് പുലി. വാ കേറ്. ആ അവിടെ നിക്ക്. സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് സത്യം? എടാ നീ ഞങ്ങൾക്ക് കള്ളും മേടിച്ചെന്ന് ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിന്റെ ഷോയ്ക്ക് ഒരു മോഡലിനെ കിട്ടാൻ വേണ്ടി മാത്രമാ. ഓ അളിയാ, നീ ഇതെപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. നിന്റെ ഊഹം ശരിയാ. നിനക്ക് പോലും ഇത് മനസ്സിലായി, എന്നിട്ടെന്താ അവക്ക് ഇത് മനസ്സിലാവാത്തെ? പിന്നെ ഈ ചള്ളു പിള്ളേരെ പോലെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടക്കുന്ന എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നാലെ നടക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അതാണ് ഈ ഫെമിനാ ഷോ. കള്ള ഡിസൈനറേ. ആ കോഴി കൂവി. കാമുകന്മാര് വന്ന് വണ്ടി കയറി.